പിതാവുമ്പത്തിനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യമുള്ള ഏകദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നിവ നയിക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ആമീൻ. ക്രൈസ്റ്റ് ഈസ് റിസൺ. നാം അട്ടഹസിച്ച് പറയണം, ക്രൈസ്റ്റ് ഈസ് റിസൺ. കർത്താവിൽ അനുഗ്രഹീതരായിരിക്കുന്ന പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ഈ ഇടവകയിൽ പെരുന്നാളിനായി കൂടി വന്നിരിക്കുന്ന വിശ്വാസികളായ ഏവരുമേ, രണ്ട് രീതിയിൽ ഈ ധനം വിലപ്പെട്ടതാണ്. ഒന്ന്, നാളത്തെ ദിവസം ഞായറാഴ്ച ദിവസമാണ്, കർത്തൃദിവസം. പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച ദിവസത്തെക്കാളിൽ വലിയൊരു പെരുന്നാൾ ഇല്ല. സാധാരണ രീതിയിൽ വിശുദ്ധന്മാരുടെയോ മാതാവിൻ്റെയോ ആരുടെ പെരുന്നാൾ വന്നാലും അത് കർത്തൃദിവസം വന്നാൽ അതിൻ്റെ പിറ്റേന്നത്തേക്ക് മാറ്റുക ഒരു പതിവുണ്ട്. എന്നാൽ സൗകര്യാർത്ഥം നമ്മൾ ഇതുപോലെയുള്ള ദേശങ്ങളിൽ അന്ന് തന്നെ ക്രമീകരിക്കുന്നത് നിങ്ങളുടെ എല്ലാം സൗകര്യം പ്രമാണിച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ ദേവാലയത്തിൻ്റെ കാവൽപിതാവായിരിക്കുന്ന പരിശുദ്ധനായ ഗീവർഗീസ് സഹോദരന്റെ പെരുന്നാൾ കൊണ്ടാടുവാനായി കടന്നു വന്നിരിക്കുന്ന നാം ഏവർക്കും ആരാധനയിലൂടെയും വചനധ്യാനത്തിലൂടെയും ലഭിക്കുന്ന കൃപകൾ പ്രാപിച്ച് വിശുദ്ധ കുർബാനയിൽ അത് പൂർത്തീകരിച്ച് അനുഗ്രഹീതരായി മടങ്ങിപ്പോകുവാൻ ദൈവം ഈ ആലയത്തിലെ എല്ലാവർക്കും ഈ ദേശത്തിലെ എല്ലാവർക്കും അനുഗ്രഹപ്രദമാകുവാൻ സംഗതിയാകട്ടെ എന്ന് ആദ്യമേ ആശംസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ശരണപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവ് കൈമാറിത്തരുന്ന വചനങ്ങളെ ദൈവസന്നിധിയിൽ ധ്യാനിക്കാം. പരിശുദ്ധനായ ഗീവർഗീസ് സഹോദരന്റെ
ജീവചരിത്രത്തെപ്പറ്റി നമ്മൾ ഇന്നലെ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. അതിൻ്റെ ബാക്കി പത്രമായി ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന കാര്യം, സഹോദരന്മാർ എന്തുകൊണ്ടാണ് തങ്ങളുടെ ശരീരത്തെ ദണ്ഡിപ്പിച്ചത്, അല്ലെങ്കിൽ ശരീരത്തെ അവർ ഗണ്യമാക്കിയിരുന്നില്ല. വിശുദ്ധ കുർബാനക്രമത്തിൽ രാത്രിയുടെ 2-ാം ഗൗമായിൽ ഞായറാഴ്ച ദിവസം പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന ഗീത ഇപ്രകാരമാണ്: അവരുടെ അസ്ഥികളിൽ നിന്ന് ധൂപം ഉയർന്ന് അവർക്ക് വീര്യം നൽകിയ നാഥനെ നമുക്ക് സ്തോത്രം ചെയ്യാമെന്നുള്ള രീതിയിൽ ഒരു ഗീതമുണ്ട്. അതിപ്രകാരമാണ്: സഹദകാദീശന്മാരെ ലോകസഹായത്തിനുറവായി വീര്യം നിങ്ങൾ തൻ അസ്ഥിക്കായി തന്നോൻ ധന്യനാഥങ്കൽ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണം. അവരോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ്. കാരണം നാഥൻ എന്ത് കാണിച്ചുവോ അത് തങ്ങളുടെ ശരീരത്തിൽ നിറവേറ്റിയവരാണത്. ആ വാക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരീരത്തിൽ ചില കാര്യങ്ങൾ നിറവേറ്റിയാൽ അത് നമ്മളുടെ ആത്മാഭിഷേകത്തിന് ഒരുപാട് ഫലം നൽകും. ഞാൻ ഹഗ്ഗായി പുസ്തകത്തിലെ 3-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിൽ താഴോട്ട് പറയുന്ന ഭാഗത്ത്, പ്രത്യേകിച്ചും 7-ാം വാക്യത്തിൽ ഇപ്രകാരം കർത്താവ് പ്രവാചകനോട് അരുളി ചെയ്യുകയാണ്: ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കും. 9-ാം വാക്യം: ഈ ആലയത്തിൻ്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാട്. യെരുശലേം ദേവാലയത്തിൻ്റെ പുതുക്കിയുള്ള പണിയിൽ അവിടെ വളരെ അത്ഭുതാവഹമായൊരു കാര്യം എസ്രാ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്, ഇവർ ബാബേൽ രാജ്യത്തിൽ നിന്ന് മടങ്ങി വന്നിട്ട് തകർന്നു കിടന്ന യെരുശലേം ദേവാലയം പുതുക്കി പണിഞ്ഞു. കഴിഞ്ഞ ഒരു ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് യെരുശലേമിൻ്റെ മതിലുകളെ പണിയണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അത് പഴയ നിയമത്തിലെ പ്രാർത്ഥനയല്ലേ എന്നൊക്കെ. പഴയ നിയമമൊന്നും കർത്താവ് എടുത്തു കളഞ്ഞിട്ടില്ല, അത് പൂർത്തീകരിച്ചു തന്നിരിക്കുകയാണ്. പക്ഷെ അതിനൊരു പുതിയ ഭാവമുണ്ട്. യെരുശലേമിൻ്റെ മതിലുകളെ പണിയണമേ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു യെരുശലേം ദേവാലയമുണ്ട്. അതിൻ്റെ മതിൽ തകർന്നു കിടപ്പുണ്ടെങ്കിൽ തകർന്നു കിടപ്പുണ്ട്, അത് പണിയണം. അതിനുവേണ്ടിയുള്ള ഒരു ആഹ്വാനമാണത്. ആ ചിന്ത നമ്മളിലേക്ക് വരുവാനാണത്. എസ്രയുടെ കാലത്തും നെഹമ്യാവിൻ്റെ കാലത്തും യെരുശലേം ദേവാലയം പുതുക്കി പണിയുന്ന സമയത്ത് അവർക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടു. പക്ഷെ ആ പ്രതിസന്ധിയുടെ മധ്യത്തിലും അവരത് പുതുക്കി പണിഞ്ഞു. കയ്യിലൊരു വാളും മറ്റേ കയ്യിൽ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കുമ്മായവും സിമെൻറ്റും കൊണ്ടാണ് അവർ ദേവാലയം പണിഞ്ഞിരുന്നത്. കാരണം എപ്പോൾ വേണമെങ്കിലും ശത്രുക്കളുടെ ആക്രമണം വരാം. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ അത് വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. 2 പേരെ ഇടത്തും വലത്തുമൊക്കെ നിർത്തി ഒരാൾ പണിയും. ആ പണിയുന്ന ഒരാളുടെ ഒരു കയ്യിൽ വാളെന്ന് പറഞ്ഞാൽ ശത്രുക്കളാരെങ്കിലും പെട്ടെന്ന് ആക്രമിക്കുവാൻ വന്നാൽ അവരെ നേരിടുവാനാണ്. അങ്ങനെ അവർ ഏകദേശമൊക്കെ ഒരുവിധം യെരുശലേം ദേവാലയം പണിഞ്ഞു തീർത്തപ്പോൾ അപാലവൃദ്ധം ജനങ്ങളും സന്തോഷിച്ചു. എന്നാൽ കുറേ പേർ വാവിട്ട് കരഞ്ഞു. കരഞ്ഞതിൻ്റെ കാര്യം സന്തോഷം കൊണ്ടല്ല, സങ്കടം കൊണ്ടാണ്. എന്തുകൊണ്ടെന്നാൽ
ഈ കരഞ്ഞ ആൾക്കാർ പഴയ ദേവാലയം കണ്ടിട്ടുണ്ട്. പഴയ ദേവാലയത്തിൻ്റെ ഏഴയലക്കത്ത് പോലും വന്നിട്ടില്ല. ശലോമോൻ മഹത്വപൂർണമായ ഒരാലയം പണിഞ്ഞതാണ്. വിദേശത്തു നിന്ന് തടികളും സാമഗ്രികളും പൊന്നും മറ്റും ഇറക്കി ഹീരാൻ രാജാവിൽ നിന്നും ഷേബ രാജ്ഞിയിൽ നിന്നുമൊക്കെ വിവിധ സാമാനങ്ങൾ കടൽ വഴിയായി കടത്തി അതിമനോഹരമായ ദേവാലയം പണിത് തീർത്തു. ഏകദേശം 7.5 വർഷം എടുത്തു. ദിനവൃത്താന്ത പുസ്തകത്തിൽ ഞാൻ വെറുതെ ഇരുന്നൊന്ന് കണക്കുകൂട്ടി നോക്കി, എത്ര പേർ എത്ര ദിവസം അധ്വാനിച്ചു. ഏകദേശം 5 ലക്ഷം ആൾക്കാർ രാവും പകലും പണിയെടുത്ത് 7.5 കൊല്ലം കൊണ്ട് പൂർത്തീകരിച്ചതാണ് യെരുശലേം ദേവാലയം. 5.5 ലക്ഷം. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു ബിൽഡിംഗ് പണിയണമെങ്കിലും എത്ര പേർ പണിയും? കൂടി വന്നാൽ 100 പേർ, അല്ലെ പോട്ട് 500 പേർന്ന് വെച്ചോ, അല്ലെ പോട്ട് 1000. എത്ര നാൾ പണിയും? ഇന്നത്തെ ടെക്നോളജി അനുസരിച്ചൊക്കെ ഒരു 6 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ വലിയ ബിൽഡിങ്ങുകൾ പൂർത്തീകരിക്കാം. ഇവിടെ അതിലും വേഗം പൂർത്തീകരിക്കാം. നാട്ടിലൊക്കെ 1 വർഷമൊക്കെ എടുത്താൽ വലിയൊരു കോംപ്ലക്സ് ഒക്കെ പണിഞ്ഞു തീർക്കാം. ഒരു 1000 പേർ ദിവസേന പണിഞ്ഞാൽ മതി. 5.5 ലക്ഷം ആൾക്കാർ രാവും പകലും മെനക്കെട്ട് 7.5 കൊല്ലം കൊണ്ട് പൂർത്തീകരിച്ചതാണ് ആ ദേവാലയമെങ്കിൽ ആ ദേവാലയത്തിൻ്റെ മനോഹാരിത എത്രമാത്രമായിരുന്നിരിക്കും. യെരുശലേം ദേവാലയത്തിൻ്റെ ഡൂം കണ്ടു കഴിഞ്ഞാൽ നമുക്കതിൽ നോക്കുവാൻ പറ്റില്ലായിരുന്നെന്നാണ് പറയുന്നത്. വലിയ ഗോളം പോലെ ആലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തിന് മുകളിലായി പണിഞ്ഞിരിക്കുന്ന ആ ഡൂം സ്വർണം കൊണ്ട് പൊതിഞ്ഞതാകിയാൽ സൂര്യൻ്റെ വെട്ടം അതിന്മേലടിക്കുമ്പോൾ ഒരു മനുഷ്യന് പോലും അതിൽ നോക്കാൻ പറ്റില്ല, കണ്ണ് മഞ്ഞളിച്ചു പോകുമായിരുന്നു. അകവും പുറവും സ്വർണം കൊണ്ടും ദേവദാരുവിൻ്റെ തടി കൊണ്ടും അതിമനോഹരമായി ശലോമോന് ലഭിച്ച പ്രത്യേക ജ്ഞാനത്താൽ ആ ദേവാലയം ഇന്ന് ഒരു ദേവാലയം പോലും ഈ ലോകത്തിലുള്ള നിങ്ങൾ കണ്ടിട്ടുള്ള സകല ദേവാലയങ്ങളും എടുത്താലും, കാരണം ഇംഗ്ലണ്ടിലും ഈ പ്രദേശത്തുമൊക്കെ അനേക മനോഹര ദേവാലയങ്ങളുണ്ട്, ആളൊന്നും ഇല്ലെങ്കിലും. ദേവാലയം എല്ലാം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു. ഇപ്പം കേരളത്തിലും തുടങ്ങിയിട്ടുണ്ട് ആ പ്രവണത. ഒരുപാട് വലിയ മനോഹര ദേവാലയങ്ങളുണ്ട്. പ്രാർത്ഥിക്കാനല്ല വരുന്നത്, കാണാനാണ് വരുന്നതെന്നാണ് പറയുന്നത്. കാണാനാരും ദേവാലയത്തിലേക്ക് പോകരുതേ, പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ് ദേവാലയം. അപ്പം അങ്ങനെയുള്ളൊരു ദേവാലയത്തിൽ അതിൻ്റെ മനോഹാരിതയുടെ അങ്ങേയറ്റം ഉണ്ടായിരുന്നതിനാൽ ഇന്ന് ഒരു ദേവാലയം പോലും ലോകത്തിൽ യെരുശലേം ദേവാലയത്തിൻ്റെ അത്രയും മനോഹാരിത ഉള്ളത് ഇല്ല. ആ ദേവാലയമാണ് BC 528 തകർക്കപ്പെട്ടത്. അതിൻ്റെ പണിയാണ് BC 520 എസ്രാ നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ പേർഷ്യൻ രാജാക്കന്മാരുടെ അനുമതിയോടുകൂടി അത് പുതുക്കി പണിഞ്ഞത്. അത് പുതുക്കി പണിഞ്ഞ് അതിൻ്റെ കൂദാശ നടത്തുമ്പോൾ, ഞാൻ ഇന്നലെ അതിൻ്റെ കാര്യമാണ് പറഞ്ഞത്, ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയപ്പോൾ ജനമെല്ലാം കേൾക്കെ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് കരച്ചിൽ വരികയാണ്. കാരണം ന്യായപ്രമാണം വായിക്കുമ്പോൾ, വേദപുസ്തകം കേൾക്കുമ്പോൾ അവർ അനുതാപമുള്ളവരായി മാറിക്കഴിഞ്ഞു. അനുതാപം കൂടെ സംഭവിച്ചു. അതും അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ആ കാര്യം ഇന്നലെ സൂചിപ്പിച്ചില്ല, പക്ഷേ അതിൻ്റെ ബാക്കി ഭാഗമായിട്ട് അങ്ങനെയൊരു വചനം കൂടെ അവിടെയുണ്ട്. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ അക്കാര്യം പ്രതിപാദിക്കുന്നുണ്ട്. അത് 9-ാം അധ്യായത്തിലാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം എന്ന് വായിക്കാം. 9-ാം അധ്യായം 3-ാം വാക്യത്തിൽ, പിന്നെ അവർ തങ്ങളുടെ നിലയിൽ തന്നെ എഴുന്നേറ്റ് നിന്നു. ന്യായപ്രമാണ പുസ്തകം വായിക്കുകയാണ്. വായിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നത് എന്ന് ഇന്നലെ നമ്മൾ പഠിച്ചു. എന്തെല്ലാം കാര്യങ്ങളാണ്? 1, വായിച്ചു. 2, അവർ ശ്രദ്ധയോടെ കേട്ടു എന്നാണ്, അല്ലേ? 3, വായിച്ച പുരോഹിതൻ, ഇശ്രാ പുരോഹിതൻ അതിൻ്റെ പൊരുൾ തിരിച്ചു കൊടുത്തു. ഈ 3 കാര്യങ്ങൾ അവിടെ സംഭവിച്ചു കഴിഞ്ഞു. 9-ാം അധ്യായത്തിൽ പറയുകയാണ്, അപ്പോൾ അവർക്കെന്താണ് ഉണ്ടായത്? ആ കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം. വായിച്ചു, അത് കേട്ടു,
പൊരുൾ തിരിച്ചു കൊടുത്തു. ഇത് മൂന്നും വിശുദ്ധ ആരാധനയിൽ സംഭവിക്കുന്നുണ്ട്. ഇനി 9-ാം വാക്യം എടുത്തേ, 9-ാം അധ്യായം, നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം 3-ാം വാക്യം. പിന്നെ അവർ തങ്ങളുടെ നിലയിൽ തന്നെ എഴുന്നേറ്റ് നിന്നു. അടുത്ത വചനം, അന്ന് ഒരു യാമത്തോളം തങ്ങളുടെ ദൈവമായ യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം വായിച്ച് കേൾക്കുകയും പിന്നെ ഒരു യാമത്തോളം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെ നമസ്കരിക്കുകയും ചെയ്തു. ഇത് സംഭവിക്കണം. ഇതാണ് വചനം ഉള്ളിൽ കുത്തുകൊള്ളുക എന്ന് പറയുന്നത്. ഇന്നെന്താ ആരുടെയും ഉള്ളിൽ വചനം കുത്തുകൊള്ളാത്തത്? പത്രോസ് എഴുന്നേറ്റ് നിന്നു, കർത്താവിൻ്റെ വചനം അങ്ങോട്ട് പ്രസംഗിച്ചു, ഹൃദയത്തിൽ കുത്തുകൊണ്ടു ഒറ്റ പ്രസംഗം 3000 എണ്ണം ഈ പോന്നു. ഇന്ന് 3000 പ്രസംഗിച്ചാലും ഒരാൾ പോലും വരുന്നില്ല. ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം നമ്മൾ വചന ശുശ്രൂഷ വളരെ ഗൗരവമായിട്ട് എടുക്കണം. വചനമില്ലാതെ, വചനം ഉള്ളിൽ കയറാതെ, വചനം ഭക്ഷിക്കാതെ, വചനം ഉള്ളിൽ നട്ടുവളരാതെ ആരാധനയുടെ ഒരു അംശം പോലും നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരില്ല. നമ്മൾ ഇന്നലെ പഠിച്ചതും അറിഞ്ഞതുമായ കാര്യമായത് വീണ്ടും ആവർത്തിക്കുന്നില്ല. വിശുദ്ധ കുർബാനയെ നിങ്ങൾ അനുഭവിക്കുമ്പോൾ ആ വിശുദ്ധ കുർബാന നിങ്ങളുടെ ഉള്ളിൽ ആക്ടിവേറ്റ് ആകണമെങ്കിൽ നിങ്ങൾ വചനം ഭക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ യോശുവ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. ഇതിലെഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ ഇത് രാവും പകലും ധ്യാനിച്ചു കൊണ്ടേയിരിക്കണം. രാവും പകലും എടുത്ത് വേദപുസ്തകം എടുത്ത് മലത്തി വയ്ക്കാനല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം രാവും പകലും, സന്ധ്യയ്ക്കും രാവിലെയെങ്കിലും ഇത് നിങ്ങൾ എടുത്തു വെച്ച് ധ്യാനിക്കണം. പക്ഷേ അത് നിങ്ങൾ ഭക്ഷിക്കണം. ഭക്ഷിക്കേണ്ടത് എന്താണെന്നാണ് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 34-ാം അധ്യായം 16-ാം വാക്യം, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അതിലൊന്നും കാണാതിരിക്കില്ല, അതിലൊന്നിനും പറയാമോ ഈണ കിട്ടാതെ ഇരിക്കുകയില്ല. യഹോവയുടെ വായല്ലോ കൽപ്പിച്ചിരിക്കുന്നത്, അവൻ്റെ ആത്മാവത്രേ അതിനെ കൂട്ടിവരുത്തിയിരിക്കുന്നത്. അപ്പോൾ രാവിലെ എടുത്ത് ഇത് വായിക്കുമ്പോൾ ഇത് ആവേശമായി മാറണമെങ്കിൽ, അയ്യോ ഇത് വായിക്കണമല്ലോ എന്ന് വിചാരിച്ച് വായിച്ചാലൊന്നും കർത്താവിൻ്റെ ആത്മാവ് വന്ന് കൂട്ടി ചേർക്കുകയില്ല. ഇത് പ്രഭാതത്തിൽ എഴുന്നേറ്റ് എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് കർത്താവ് നിങ്ങളോട് സംസാരിക്കുകയാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി ആ സംസാരിക്കുന്നത് അനുഭവവേദ്യമായി മാറി നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്യുമ്പോൾ ഇതിന്മേൽ ശക്തി ആവസിപ്പിക്കപ്പെടും. അപ്പോൾ കർത്താവിൻ്റെ പ്രസൻസ് വരും. പ്രസൻസ് വന്നു കഴിഞ്ഞാൽ അവൻ നമ്മളോട് സംസാരിക്കും. ആ സംസാരിക്കുന്ന കാര്യങ്ങൾ അതിനൊരു ഇണവാക്യം കാണും. ആ ഇണവാക്യം എന്താണെന്ന് പരിശുദ്ധാത്മാവാണ് നമുക്ക് കാണിച്ചു തരുന്നത്. പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്ന ആ 2 ഇണവാക്യങ്ങളോട് ചേർന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു സന്ദേശമായിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ മറ്റൊരു വാക്യമായിരിക്കും ലഭിക്കുന്നത്. ആ വാക്യം നിങ്ങളുടെ കുഞ്ഞാണ്. കാരണം ഇണകൾ തമ്മിൽ ചേരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രകൃതി നിയമം അനുസരിച്ച് പാർട്ട്നേഴ്സ് തമ്മിൽ when they are joined together, then what happens is there will be a byproduct of life. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം കൂട്ടി വരുമ്പോൾ ഒരു ജീവൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ ആവിർഭവിക്കും. അതിനെയാണ് ആത്മവചനം, അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ റേമ എന്ന് പറയുന്നത്. ഇത് ലോഗോസാണ്. എഴുതപ്പെട്ടിരിക്കുന്ന വചനം ലോഗോസും ഇതിൻ്റെ ഉള്ളിലെ ആത്മാവിൻ്റെ വചനം റേമയുമാണ്. അത് നമുക്ക് ലഭിക്കണം. അങ്ങനെ ലഭിച്ചു കഴിയുമ്പോൾ വചനത്തിൻ്റെ സാരാംശങ്ങൾ പൊരുളും നമുക്ക് തിരിച്ചറിയുകയും തൽഫലമായി നമുക്ക് ഇതിനോട് ആനന്ദം ഉണ്ടാകുകയും ചെയ്യും. എന്തുകൊണ്ടാണ് വേദപുസ്തകം വായിക്കണമെന്ന് പറയുമ്പോൾ പിന്നെ വായിക്കാം, അല്ലെ നാളെ വായിക്കാം, അല്ലെ ഇതുകൊണ്ട് ഇത് വായിച്ചുകൊണ്ടെന്തോ വിശേഷം എന്നൊക്കെ നമുക്ക് ചോദിക്കുന്നതിൻ്റെ കാര്യം പ്രസൻസ് ഫീൽ ചെയ്യാത്തതുകൊണ്ടാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ളൊരു കാര്യമാണ്, ഒരു വിശ്വാസിക്ക് വിശ്വാസം വർദ്ധിക്കുന്നത് എപ്പോഴാണ്? അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ് ഇന്ന് നമ്മൾ അന്വേഷിക്കുന്നത്. ദോഷമുള്ള തലമുറ അടയാളവും അത്ഭുതവും അന്വേഷിക്കുന്നത് കർത്താവ് പറയാൻ കാര്യം എന്താണ് അതിൻ്റെ കാര്യം? ഇപ്പോൾ വിശ്വാസത്തിൽ വരാതിരിക്കുന്ന ഒരാൾക്ക്
അയാളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ ചിലപ്പോൾ ഒരു രോഗം മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ ഒരു അത്ഭുതം അവൻ്റെ ശരീരത്തിലോ അവൻ്റെ മുമ്പിലോ ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കും. ഒരു ക്യാൻസർ വന്നു, മരിക്കാറായി, ഡോക്ടർമാരെല്ലാം വിധി എഴുതി, ഇവൻ മരിച്ചിരിക്കും, ഒരു സംശയം വേണ്ട, നിങ്ങൾ അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചു. ഡോക്ടർമാരെയും മറ്റുള്ള എല്ലാവരെയും അത്ഭുത സ്തബ്ധരാക്കിക്കൊണ്ട് ഇതാ അവൻ തൊട്ട് തലേന്ന് അവൻ്റെ രോഗമെല്ലാം പെട്ടെന്ന് മാറിയിരിക്കുന്നു. ആരോ ഒരു പുരോഹിതനോ അല്ലെങ്കിൽ ഒരു വിശ്വാസിയോ ഒരു വേദവചനം അല്ലെങ്കിൽ ദൈവീയ വചനം നടത്തുന്ന സുവിശേഷനോ വന്ന് പ്രാർത്ഥിച്ചതാണ്. അത് പോയി. അതുകൊണ്ട് അവൻ്റെ വിശ്വാസം ഒന്ന് വർദ്ധിച്ചു. ആ വർദ്ധിച്ച വിശ്വാസം അവിടെ വർദ്ധിച്ച് നിന്നാൽ പോലെ അത് വീണ്ടും വർദ്ധിക്കണം. അതിനെന്ത് ചെയ്യണം? പിന്നെയും ക്യാൻസർ വരുത്തി മാറ്റാൻ പറ്റുമോ? പിന്നെന്താണ് ചെയ്യുന്നത്? അതാണ് നമ്മൾക്ക് പരിചയമില്ലാത്തൊരു കാര്യം. എൻ്റെ വിശ്വാസവും നിങ്ങളുടെ വിശ്വാസവും വീണ്ടും വീണ്ടും വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇനി വേണ്ടത് വചനം എന്നുള്ളതിനേക്കാളിൽ അത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് നമ്മുടെ ബോധത്തിലേക്ക് വരുവാൻ സാന്നിധ്യം അറിയണം. പ്രസൻസ് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് വിശ്വാസം വർദ്ധിക്കുന്നത്? യേശു സാന്നിധ്യം. വിശുദ്ധ കുർബാനയ്ക്ക് വന്ന് നിൽക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ കാണണം. അങ്ങനെ കണ്ടു കഴിയുന്നവൻ കയറി കഴിഞ്ഞാൽ വെളിയിൽ ഇറങ്ങില്ല. നമുക്കിപ്പോൾ 100 കൂട്ടം പരിപാടിയല്ലേ വിശുദ്ധ കുർബാനയ്ക്കിടയ്ക്ക്. എന്തെല്ലാം കാര്യങ്ങൾക്ക് എന്തെല്ലാം പേര് ഓടിപ്പോകുന്നു. എന്തുകൊണ്ടാണ്? അത് ചെയ്യേണ്ടേ അച്ഛാ എന്ന് ചോദിച്ചാൽ ചെയ്യണം. പക്ഷേ അതങ്ങനെയല്ല, അതിനൊരു ടൈമിംഗ് ഉണ്ടത്. ആരാധനയിൽ യേശുവിന് ഏറ്റവും മുമ്പിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നുവെങ്കിൽ അതിനായിരിക്കും അവൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ വില മതിക്കുന്നത്. കാരണം നമ്മൾ ആരെയാണ് എഴുന്നള്ളിക്കുന്നത്? യേശുവിനെ നിങ്ങൾ ദൈവമായിട്ടും അപ്പനായിട്ടും സഹോദരനായിട്ടും സഹോദരിയായിട്ടും എല്ലാം കാണുമ്പോൾ അതിനപ്പുറത്ത് വേറൊരു പദവി കർത്താവിനുണ്ട്. എന്താണെന്ന് പറയാമോ? കർത്താവിന് നമ്മൾ അധികം പേരും അത്ര ചിന്തിച്ചിട്ടില്ലാത്ത, എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് ആ പദവി. വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. 2 ആഴ്ച മുമ്പ് നമ്മൾ ആ പദവിയാണ് ആഘോഷിച്ചത്. എന്താണ്? അവൻ രാജാവാണ്. രാജാവ്. ഒരു രാജാവിനെ ഒരിടത്ത് എഴുന്നള്ളിച്ചാൽ രാജാവിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തില്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് രാജനിന്ദ. കർത്താവിനെ ക്ഷണിച്ചാൽ കർത്താവിന് 1-ാം സ്ഥാനമേ ഉള്ളൂ, 2 ഇല്ല. അങ്ങനൊരു സെറ്റപ്പ് ഇല്ല, അങ്ങനൊരു ഓപ്ഷൻ ഇല്ല. അങ്ങനെയുള്ളൊരു ഓപ്ഷനാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ അവിടുന്ന് കർത്താവ് ഇറങ്ങിപ്പോവും, അവിടെ ഇരിക്കുകയില്ല. കാരണം നിങ്ങളുടെ അപ്പനാണ്, നിങ്ങളുടെ സർവസ്വമാണ്, പക്ഷേ നിങ്ങളുടെ രാജാവുമാണ്. എൻ്റെ രാജാവും നിബിയുമായ യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തും. ആ ദാവീദ് തന്നെ യഹോവ എൻ്റെ ശൈലം, എൻ്റെ കോട്ടയം, എൻ്റെ രക്ഷകനും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ ദൈവം, എൻ്റെ പാറയും, എൻ്റെ രക്ഷയായ കൊമ്പും, എൻ്റെ പരിചയം, എൻ്റെ ഗോപുരമാവുന്നു. ഇതെല്ലാം പറഞ്ഞാലും എൻ്റെ രാജാവാകുന്നു. രാജാവിനൊരു പൊസിഷനുണ്ട്. ആ പൊസിഷൻ വിട്ടുള്ള കളിയിൽ രാജാവ് വരില്ല. നിങ്ങളിപ്പോൾ പ്രധാനമന്ത്രിയെ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ, ഡൊണാൾഡ് ട്രംപിനെ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കൊടുക്കേണ്ട ഒരു പൊസിഷനുണ്ട്. ആ പൊസിഷൻ കിട്ടിയില്ലെങ്കിൽ അയാൾ ഇവിടെ ഇരിക്കില്ല. അതങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഈ ഹഗ്ഗായി പ്രവചനത്തിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മളെ ശ്രദ്ധയൊന്നിരിക്കുകയാണ്. 2-ാം അധ്യായം 7-ാം വാക്യം. ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കും. ഐ വിൽ ഗ്ലോറിഫൈ ദിസ് ടെമ്പിൾ. അതായത് ഒരു കൂട്ടം ആൾക്കാർ ദേവാലയത്തെ നോക്കി കരഞ്ഞു. ദൈവമേ, ശലോമോൻ പണിഞ്ഞ ആ ദേവാലയം എന്തുമാത്രം മനോഹരമുള്ളതായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് അത് നശിപ്പിക്കപ്പെട്ടുവെങ്കിലും ഒരു ദേവാലയം കൂടെ കിട്ടി. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദന. എത്ര മനോഹരമായ ഒരു ദേവാലയമാണ് നശിപ്പിക്കപ്പെട്ടത്. അതിൻ്റെ കാരണം എന്താണ്? ബാബിലോൺ പ്രവാസത്തിലേക്ക് ഇസ്രായേൽ മക്കൾ പോകുവാനുള്ള കാരണം ബാബിലോണല്ല, ഇസ്രായേൽ മക്കൾ തന്നെയാണ്. കാരണം അവരുടെ പാപമാണ്. മലങ്കര സഭയിലെ എല്ലാ വിശ്വാസികളുമായുള്ളവരെ നമ്മൾ ശ്രദ്ധപ്പെടുത്തിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് നമ്മുടെ പാപം. പാപബോധമില്ലാതെ ജീവിക്കരുത്. എന്ത് ചെയ്താലും ദൈവം ക്ഷമിച്ചോളും എന്നുള്ളൊരു ധാരണയുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റിയേക്കണം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. സത്യമായിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു,
ദൈവം തിന്മ ഒരു ലിമിറ്റിനപ്പുറം വെച്ച് പൊറുപ്പിക്കില്ല, ഒട്ടും പൊറുപ്പിക്കില്ല. എന്നാൽ മനുഷ്യൻ്റെ ബലഹീനത കൊണ്ട് തിന്മയിൽ വീണുപോയാലും അവൻ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കും. പക്ഷേ അതിനെ അവഗണിച്ചിട്ട് പാപത്തിൽ തന്നെ നീ ജീവിക്കുവാൻ തുടങ്ങിയാൽ വെച്ചു പൊറുപ്പിക്കത്തില്ല. അവൻ തന്നെ അതിനുള്ള പ്രതിവിധിക്കായി നിങ്ങളെ സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കും. ദൈവം തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെന്നാണ്. എടുക്കാം കോരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം, 1 കോരിന്ത്യർ 5-ാം അധ്യായം. അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? അതായത് ഈ കോരിന്ത്യ സഭയിൽ വല്ലാത്ത ദുഷ്പ്രവണതകളും ദുരാചാരങ്ങളും ദുർനടപ്പുകളും ഉണ്ടായി. ദുർനടപ്പ് അങ്ങേയറ്റം പറ്റി. അങ്ങേയറ്റം പറ്റുമ്പോൾ ദൈവം ഇടപെടും. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരു ലിമിറ്റ് വിട്ട് തിന്മ ദൈവമക്കളിൽ അനുവദിക്കത്തില്ല. അല്ലാത്തവരിൽ ദൈവം അത് അനുവദിക്കും. വെളിപാട് പുസ്തകം അവസാനത്തെ അധ്യായത്തിൽ ഇനി തിന്മ ചെയ്യുന്നവൻ തിന്മ ചെയ്തോട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, നീതിമാൻ നീതി ചെയ്യട്ടെ, വിശുദ്ധീകരിക്കുന്നവൻ തന്നെത്താൻ വിശുദ്ധീകരിച്ചു കൊള്ളട്ടെ. ഈ ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. അതുകൊണ്ട് പാപിക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ, ദുഷ്ടന്മാരെല്ലാവരും നല്ലതായിട്ടിരിക്കുന്നുവല്ലോ, ഇതെല്ലാം ദൈവം അനുവദിക്കുന്നുവെങ്കിൽ എനിക്കെന്തുകൊണ്ട് എൻ്റെ ജഡത്തെ സന്തോഷിപ്പിക്കുവാൻ പാപം ചെയ്തുകൂടാ എന്നുള്ളൊരു ധാരണ ദൈവമക്കളിൽ വന്നിട്ട് അവർ പാപത്തിലേക്ക് വീണു പോകുമ്പോൾ ദൈവം ഇടപെട്ടിട്ട് സാത്താന് ദൈവം തന്നെ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും, എന്നെയും ഏൽപ്പിക്കും. അത് പുരോഹിതനായാലും കൊള്ളാം, മെത്രാപ്പോലിത്തായാലും കൊള്ളാം, ആരായാലും കൊള്ളാം. എസ്കേലൊരു വചനമുണ്ട്, ഞാൻ മൂപ്പന്മാരുടെ ഇടയിൽ നിന്ന് വിട്ടു തുടങ്ങുന്നു. മൂപ്പന്മാർ എന്ന് പറഞ്ഞാൽ പ്രസ്ബിറ്റേഴ്സ് എന്നാണ് അർത്ഥം. പ്രസ്ബിറ്റേറിയൻ എന്നുള്ള ഗ്രീക്ക് വാക്കിൻ്റെ ഇംഗ്ലീഷ് വാക്ക് പ്രീസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ മൂപ്പന്മാരുടെ ഇടയിൽ നിന്ന് വിട്ടു തുടങ്ങുമെന്ന് പറഞ്ഞാൽ മൂപ്പന്മാർ ഗൈഡ് ചെയ്യേണ്ടിയവർ അല്ലെങ്കിൽ പുരോഹിതന്മാർ ജനത്തെ ഗൈഡ് ചെയ്യേണ്ടിയവർ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് വിട്ടു തുടങ്ങും എന്നാണ് പറയുന്നത്. യെശയ്യാവിലൊരു വചനമുണ്ട്, ജനത്തിൻ്റെ തൻ്റെ ജനത്തെ നടത്തേണ്ടിയവർ തെറ്റിപ്പോകുന്നു എന്നൊരു വചനമുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് അവിടെ നിന്ന് മേലിൽ നിന്ന് തന്നെ വെട്ടു തുടങ്ങും. അപ്പോൾ ഈ ആലയത്തെ വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യണം. ഏതാണ് ഈ ആലയം? ഈ ആലയമാണ് 1 കോരിന്ത്യർ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത്. ഞാൻ അതിനു മുമ്പ് ഈ ഒരു കാര്യം പറഞ്ഞില്ലല്ലോ, 5-ാം വാക്യത്തിലെ കാര്യം പറഞ്ഞു, 5-ാം അധ്യായത്തിലെ കാര്യം പറഞ്ഞില്ല. സാത്താന് നിങ്ങളെ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കോരിന്ത്യ സഭയിൽ ഒരു ദുർനടപ്പ്, ചെറിയ ദുർനടപ്പൊന്നുമല്ല. ഒരുവൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നു പോൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? സ്വന്തം അമ്മയുടെ സ്ഥാനത്തുള്ള സ്ത്രീയെ ഭാര്യയാക്കുകയാണ്. അതായത് അന്നത്തെ കാലത്തൊക്കെ ഭാര്യ മരിക്കുമ്പോൾ 2ാമത് കല്യാണം കഴിക്കും. അപ്പോൾ ആ കല്യാണം കഴിച്ച സ്ത്രീയെ ആദ്യത്തെ സ്ത്രീ എന്നുള്ള മകൻ ദുർനടപ്പിൽ കൂടി അവരോട് ചേർന്ന് പാപം ചെയ്യുകയാണ്. ഇത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നീങ്ങിയപ്പോൾ പൗലോസ്ലീഹായ്ക്ക് ഈ വിവരം കിട്ടി. പൗലോസ്ലീഹ കോരിന്ത്യ സഭയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥലത്തില്ല. അപ്പോൾ പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? പൗലോസ്ലീഹ അവരോട് എഴുത്തെഴുതുകയാണ്, അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. നിങ്ങൾ ക്രിസ്ത്യാനികളാണെന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവർ പോലും ചെയ്യാത്ത ഈ വലിയ ദുർനടപ്പ് നിങ്ങളുടെ കയ്യിൽ എന്തുകൊണ്ട് സംഭവിച്ചു? എന്നിട്ട് പറയുകയാണ്, എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുന്നു. ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഈ ദുഷ്കർമ്മം ചെയ്തവനെ, ഇത് ശ്രദ്ധിച്ചോണം, ഈ വചനങ്ങൾ ശ്രദ്ധിച്ചോളണം, ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. കാരണം ഇവനെ നീക്കണമെന്ന് പറഞ്ഞാൽ അവനെ ഔട്ട്കാസ്റ്റ് ചെയ്ത് കളയണമെന്നല്ല അതിൻ്റെ അർത്ഥം. താഴോട്ട് വായിച്ചാലേ മനസ്സിലാകുകയുള്ളൂ. അവനെ തള്ളിക്കളഞ്ഞ് അവനെ ഉപേക്ഷിച്ച് കളഞ്ഞ് പിന്നെ വെളി തള്ളിക്കളഞ്ഞ് ഇനി മേലാൽ ഇങ്ങോട്ട് വന്നേക്കരുത് എന്നുള്ളതല്ല. തൽക്കാലത്തേക്കൊന്ന് നീക്കം ചെയ്യണം. അപ്പോൾ നീക്കം ചെയ്യേണ്ട രീതി അവിടെ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്, ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങളുടെ അടുക്കലില്ല, സ്ഥലത്തില്ല, ഞാൻ ദൂരസ്ഥനെങ്കിലും
ആത്മാവ് കൊണ്ട് സമീപസ്ഥനായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ശരീരത്തിൽ ദൂരത്ത് നിന്നാലും നമുക്ക് ആത്മാവിൽ ഒന്നിക്കുവാൻ സാധിക്കും. ഈ ആരാധനയിലൊക്കെ നടക്കുന്നത് അതാണ്. ഈ ദൂരസ്ഥരായിരിക്കുന്നവരും സമീപസ്ഥരായിരിക്കുന്നവരും ഒരുമിച്ചാണ് ആരാധിക്കുന്നത്. അവസാനം പുരോഹിതനെ ആശീർവദിച്ച് പറയില്ലേ, ദൂരസ്ഥരും സമീപസ്ഥരും ജീവനോടുകൂടിയിരിക്കുന്നു വാങ്ങിപ്പോയരും. ഇതെല്ലാം ഒറ്റ യൂണിറ്റായിട്ട് ഒരുമിച്ച് കൂടും ആരാധനയിൽ. 1 യൂണിറ്റാണ്. കീവറിസാദായും വരും, പരിശുദ്ധ മാതാവും ഉണ്ടാവും. എന്നിട്ട് ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെ കുറിച്ച് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ഈ ദുഷ്കർമ്മം ചെയ്തവനെ കുറിച്ച് നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടണം. ഇപ്പം സിനഡ് കൂടുകയാണ്. ആരൊക്കെയുണ്ട്? നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ കൊരിന്ത്യ സഭയിലെ ഈ നേതൃത്വം നടത്തുന്ന ശുശ്രൂഷകരെല്ലാവരും എൻ്റെ ആത്മാവും കൊണ്ടുപോകണം സിനഡ് കൂടുന്ന രീതി. പൗലോസ്ലിയ സ്ഥലത്തില്ല, പക്ഷേ സ്ഥലത്തുള്ളതുപോലെ പൗലോസ്ലിയയുടെ ആത്മാവും നിങ്ങളെല്ലാവരും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയോടുകൂടിയേ അങ്ങനെ ഒന്നിച്ചു കൂടാൻ പറ്റത്തുള്ളൂ. അതൊരു ടൈം ട്രാവലാണ്. അവിടെ ഒന്നിച്ചു കൂടിയിട്ട് എന്ത് ചെയ്യണം? അടുത്തത് ശ്രദ്ധിക്കണം. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവനെ, ഈ ദുഷ്കർമ്മം ചെയ്തവനെ എന്ത് ചെയ്യണം? ആത്മാവ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ആത്മാവ്, ഈ ദുഷ്കർമ്മം ചെയ്തവൻ്റെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന്, അതാണ് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത്. ഇവനെ പുറത്താക്കാൻ പോവാ. ആരാ പുറത്താക്കുന്നത്? സഭയൊന്നുമല്ല, കർത്താവ് തന്നെ വേറൊരു പ്രത്യേക രീതിയിലാണ് ഇവനെ പുറത്താക്കാൻ പോകുന്നത്. എങ്ങനെയാണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിനാണത്. രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താന് ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു. കണ്ടോ? അപ്പോൾ നമുക്ക് വരുന്ന ദുരിതങ്ങൾക്ക് പിന്നിൽ ഒരു പാപമുണ്ട്. ആ പാപത്തിനെ പരിഹരിക്കുവാനായിട്ട് നമുക്ക് ദുരിതങ്ങൾ വരുമ്പോൾ ദൈവം തന്നെ അത് അനുവദിക്കുമ്പോൾ അത് ദൈവമായിട്ടല്ല, അതിൻ്റെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതായത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ദൈവമാണെങ്കിലും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ദി ഏജൻസി ഓഫ് സൈറ്റനാണ്. അത് കൂടുതൽ വിശദീകരിക്കുവാൻ വേണ്ടി തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇപ്രകാരം സാക്ഷിക്കുന്നുണ്ട്. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 11-ാം വാക്യം. വേദപുസ്തകമുള്ള എടുത്തൊന്ന് നോക്കുക. അല്ല, മനസ്സിലായോ? അതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് വായിച്ചു നോക്കിയേ. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്നവർക്ക്, അതായത് ദൈവമക്കളായ നിങ്ങൾ അനീതിയിലും പാപത്തിലും ഒരു ലിമിറ്റ് വിട്ട് ജീവിക്കാൻ പോയാൽ, ബലഹീനത കൊണ്ട് ഇതൊക്കെ സംഭവിക്കാം, അതിനൊരൊറ്റ കണ്ണുനീര് മതി, ഒരു അനുതാപം മതി. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറയുന്നത് അനുതാപമുള്ള ജീവിതം വേണം എന്ന്. കണ്ണുനീരിനായി പ്രാർത്ഥിക്കണം. കണ്ണുനീരില്ലെങ്കിൽ കണ്ണുനീരിനായിട്ട് പ്രാർത്ഥിക്കണം. വെറുതെ ഇങ്ങനെ ജീവിച്ച് തീരരുതേ ദൈവമക്കളെ. നമുക്ക് ആകെ കുറച്ച് ആയുസേ ഉള്ളൂ, ഇച്ചിരിയേ ഉള്ളൂ. അതങ്ങ് വേഗം തീർന്നു പോകും, അതങ്ങ് കഴിഞ്ഞു പോകും. എല്ലാവരും പാടും, ഏറെയായാൽ 80, മനുഷ്യൻ്റെ ആയുസ് 70, ഏറെയാൽ 80. ഇത് പാടി വിടാനുള്ളതല്ല. യു ഷുഡ് ബി കോൺഷ്യസ് അബൌട്ട് ദാറ്റ്. 90-ാം സങ്കീർത്തനത്തിൽ ഒരു വചനമുണ്ട്, ഞങ്ങൾക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കേണ്ടതിന് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. ആ വചനം ഒന്ന് എടുക്കാമോ? എനിക്ക് വാക്യം ഓർമ്മ വരുന്നില്ല. 90-ാം സങ്കീർത്തനത്തിലാണെന്നറിയാം. 12-ാം വാക്യം, 90-ാം സങ്കീർത്തനം 12-ാം വാക്യം. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. അപ്പം നാളുകൾ എണ്ണണം. യു ഷുഡ് ബി കോൺഷ്യസ് ദാറ്റ് യുവർ ഡേയ്സ് ആർ കൗണ്ടഡ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ ശീമാനമസ്കാരത്തിൽ ഇപ്രകാരം ഒരു പാട്ട് പാടിയിട്ടുണ്ട്.
നിര്യാണം ന്യായത്തിൻ പീഠം നരകം മൂന്നും ഭീയേറ്റിയിടുന്നൻ കർത്താവേ എന്നുള്ളത്തിൽ. നിര്യാണം, മരണം, ന്യായത്തിൻ പീഠം, നരകം. ഇത് ഭീയേറ്റിയിടുന്നു എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, കർത്താവിൻ്റെ മകളെ സംബന്ധിച്ചിടത്തോളം ആ ഭീതി എന്ന് പറയുന്നത് നമ്മൾ ആ പേടിച്ച് ജീവിക്കുക എന്നുള്ള ഭീതിയല്ല. ഞാൻ പാപത്തിൽ വീണു പോകാതെ ഇരിക്കത്തക്കവണ്ണം എന്നെ കാത്തുകൊള്ളണമേ എന്നുള്ള ആകുലതയിലുള്ള കാരണം ഈ ജഡത്തിനൊരു പ്രശ്നമുണ്ട്. ഈ ജഡത്തിന് സന്തോഷിക്കണം, സുഖിക്കണം എന്നുള്ളതല്ലാതെ വേറെ ഒരു ആഗ്രഹവും എൻ്റെ ഈ ശരീരത്തിനില്ല. പക്ഷെ ഈ ശരീരത്തെ മഹത്വപൂർണ്ണമാക്കണമെങ്കിൽ ഈ ശരീരത്തോട് ചില ക്രിയകൾ നമ്മൾ ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് ഈ ആലയത്തെ ഞാൻ മഹത്വപൂർണ്ണമാക്കി. ഇതിപ്പം നശിച്ചു കിടന്നാലും ഈ ആലയത്തെ ഞാൻ മഹത്വപൂർണ്ണമാക്കും എന്ന് മാത്രമല്ല, മുമ്പിലുണ്ടായിരുന്ന അവസ്ഥയേക്കാൾ മെച്ചമായ ഒരവസ്ഥ തരുമെന്ന് ഹഗായി പ്രവചനന്റെ പുസ്തകത്തിൽ താഴോട്ടുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്. ആ ഭാഗം കൂടെ ഒന്ന് വായിക്കാം. ഹഗായിയുടെ പുസ്തകം എത്രാം അധ്യായമാണ് നമ്മളിപ്പം വായിച്ചത്? അത് വായിച്ചേ. ഞാനിപ്പം വായിച്ചതിൻ്റെ ബാക്കി ഭാഗം ഒന്ന് വായിച്ചേ. അടയാളം അങ്ങ് പോയി. താഴോട്ട് വായിച്ചോളൂ. ഞാനിപ്പം വായിച്ച വചനമില്ലേ, ഈ ആലയത്തെ ഞാൻ മഹത്വപൂർണ്ണമാക്കും എന്ന് വായിച്ചില്ലേ? അതിന് ശേഷമുള്ള വചനം വായിക്കാമോ? ഈ ആലയത്തെ ഞാൻ മഹത്വപൂർണ്ണമാക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളി ചെയ്യുന്നു. വെള്ളി എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളത് എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അടുത്ത വചനം, 9-ാം വചനം. ഈ ആലയത്തിൻ്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. പ്രൊവൈഡഡ് യു ലീവ് അക്കോർഡിംഗ് ടു ഹിസ് റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. യെരുശലേം ദേവാലയം പിന്നെയും തകർക്കപ്പെട്ടു. കാരണം എന്താ? അഹങ്കാരം പിന്നെയും വർദ്ധിച്ചു. അപ്പോൾ ഈ ശരീരം ഒരാലയമാണ്. അതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള, ഇന്ന് പഠിക്കുവാനുള്ള കാര്യം. ഇനി എനിക്ക് 7 മിനിറ്റേ സമയമുള്ളൂ. ഈ 7 മിനിറ്റ് കൊണ്ട് വളരെ വേഗം ഞാനൊരു കാര്യം നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-ാം വാക്യം വായിക്കുക. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-ാം വാക്യം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യം വായിച്ചു. 12-ാം അധ്യായം 24-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാവും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. ഇഹലോകത്തിൽ നമ്മുടെ ജീവനെയും ശരീരത്തെയും നമ്മൾ ഒരുപാട് അങ്ങോട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ നിത്യജീവനായി നമ്മളൊന്നും കരുതി വയ്ക്കുന്നില്ല എന്നാണ് അർത്ഥം. അപ്പോൾ അതിനെപ്പറ്റി ദൈവകൃപ നിറഞ്ഞു നിന്നവരാണ് സഹദയന്മാർ. ശരീരത്തെ അവർ ഗൗന്യമാക്കിയേയില്ല. 21 വയസ്സുള്ള ഗീവറീസ് എന്ന് പറയുന്ന ആ റോമൻ പടയാളിയായി സുന്ദരനായ ചെറുപ്പക്കാരന് കർത്താവിനെ ഒന്ന് തള്ളിപ്പറഞ്ഞിരുന്നുവെങ്കിൽ ഡയക്ലേഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് ജീവിച്ചിരുന്ന അദ്ദേഹത്തിന് കമാൻഡർ ഇൻ ചീഫ് പദവി ലഭിക്കുമായിരുന്നു എന്ന് ചക്രവർത്തി തന്നെ അവനോട് പറഞ്ഞിട്ടുണ്ട്. അവൻ പറഞ്ഞു, അനശ്വരതയുടെ അമൂല്യമായ ഐഹിക ജീവിത ലോകം എൻ്റെ ക്രിസ്തുവിനോടുകൂടി ജീവിക്കുവാൻ ഞാൻ ഈ കമാൻഡർ ഇൻ ചീഫ് പദവിയേക്കാളിൽ വാഞ്ചിക്കുന്നു. പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഒരു വചനമുണ്ടല്ലോ ഫിലിപ്പി ലേഖനത്തിൽ, എന്താണ് പറയുന്നത്? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാവുന്നു. പിന്നെ എന്തിനാണ് ജീവിക്കുന്നതെന്നറിയാം? പൗലോസ്ലീഹ പറയാ, ഞാനിപ്പോൾ ജഡത്തിൽ ജീവിക്കുന്നതോ എൻ്റെ വേലയ്ക്ക് വല്ല ഫലവും ഉണ്ടെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. അതായത് ആദ്യം പറഞ്ഞു ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭമാകുന്നു. എന്നിട്ട് പറയുകയാണ്, ഫിലിപ്പി ലേഖനം ഒന്ന് എടുക്കാം, നല്ല ഒന്നാന്തര ഒരു വചനമാണ്. വചനത്തിൽ ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്നല്ല, ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിലാണ് എന്നാണ് തോന്നുന്നത്. അതെ,
21 വാക്യം, എനിക്കും ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാണ്. അങ്ങനെ തന്നെ. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ജീവൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് മരിച്ചിട്ട് കർത്താവിൻ്റെ അടുത്ത് പോയാൽ മതി. പക്ഷേ ഇനിയും അവൻ്റെ വേല കൊണ്ട് ഈ ശരീരത്തിന് എന്തെങ്കിലും ജീവൻ വേണമെങ്കിൽ മാത്രം ഇതിലേതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല, കർത്താവ് തീരുമാനിച്ചോട്ടെ എന്ന്. എന്നിട്ട് അടുത്ത വചനം, ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. അടുത്ത വചനം, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കാൻ ഞാൻ ഏറെ വാഞ്ചിക്കുന്നു. ഇതെങ്ങനെ പറയാൻ പറ്റുക? നമുക്ക് എന്നെങ്കിലും എപ്പോഴെങ്കിലും ഈ ആഗ്രഹം വന്നിട്ടുണ്ടോ? ഇല്ലെന്ന് സമ്മതിക്കണം. കാരണം ക്രിസ്തുവിനോട് നമുക്ക് സ്നേഹമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വശം. എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നോട് തർക്കിക്കരുത്. നമ്മളെല്ലാം ക്രിസ്തുവിനോട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ ഈ ദേവാലയത്തിലേക്ക് വന്നിപ്പോൾ ഈ വചനം കേൾക്കുന്നത്? ആന്നു. പക്ഷേ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതിനാ സ്നേഹം ഒഴുകിയിറങ്ങണം. അങ്ങനെ ജീവിച്ചവരാണ് പരിശുദ്ധന്മാർ, അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചവരാണ് സഹൃദയന്മാർ. അവർ ജീവനെ കൊടുത്തു. തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞ ഗുരുനാഥൻ്റെ കൽപ്പന അതേപടി തൻ്റെ ശരീരത്തിൽ നിറവേറ്റിയവരാണത്. ശരീരത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി പാപമേറ്റെടുത്ത് കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ ശരീരത്തിൽ അവർ തൻ്റെ നാഥന് വേണ്ടി രക്തമൊഴിക്കുന്നതാണ്. പ്രത്യേക കൃപാവരമുള്ളവർക്കേ അത് സാധ്യമാകത്തുള്ളൂ. സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? ആണോ? ശരി, സമ്മതിച്ചു. എന്നാൽ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. അതിനു മുമ്പേ രക്തസാക്ഷികളായവർ ഉണ്ട്. ആരാണെന്നറിയാമോ? അതെ, കർത്താവിൻ്റെ ജനനസമയത്ത് വധിക്കപ്പെട്ട പൈതങ്ങളെ ഹോളി ഇന്നസെൻസ് എന്നുള്ള പേരിൽ സഭ അംഗീകരിക്കുന്നെങ്കിൽ അവർ ആദ്യത്തെ രക്തസാക്ഷികളാണ്. എന്നാൽ ഒഫീഷ്യലായി കർത്താവിൻ്റെ പെന്തിക്കോസ്തി അനുഭവത്തിന് ശേഷം എന്നുള്ളതാണല്ലോ സഭ എന്നുള്ള രീതിയിൽ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സഭയിലെ രക്തസാക്ഷി ആദ്യത്തേത് സ്തെഫാനോസ് ആണ്. എന്നാൽ ആത്മാവിലെ ആ സത്യസഭയിലെ ക്രിസ്തുവിന് ശേഷം, ക്രിസ്തു ജനിച്ചതിന് ശേഷം ആദ്യത്തെ രക്തസാക്ഷി ഈ കുഞ്ഞുങ്ങളാണ്. അതുപോലൊരു രക്തസാക്ഷിയാണ് ഈ ഗീറി സാദ എന്ന് പറയുന്നത്. തൻ്റെ ശരീരത്തെ അവൻ അവഗണിച്ചു. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. നിങ്ങൾ, ഞാൻ, ഈ ശരീരം ഇത് ശ്രദ്ധിക്കണം. ഈ ശരീരം, നമ്മൾ ദൈവത്തെ എല്ലാം കാണുന്നത് ആത്മാവിലും മനസ്സിലും ഒക്കെയാണ്, അല്ലേ? മനസ്സിന് ശുദ്ധീകരണം, ആത്മാവിന് ശുദ്ധീകരണം, ശരീരത്തിൻ്റെ ശുദ്ധി വളരെ 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 പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്കറിയാമോ, ശരീരത്തിൽ വിശുദ്ധി കാത്താൽ ഇറ്റ്സ് എ പവർഫുൾ, എന്താ പറയുന്ന, കോട്ടയാണത്, കോട്ട. നമുക്കൊന്നിനെയും ഭയപ്പെടേണ്ടി വരില്ല. ഇന്ന് നല്ല മനോഹരമായിട്ട് 2 കുഞ്ഞുങ്ങൾ ഗീതം പാടി. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയട്ടെ, സാധാരണ ഞാൻ ഈ ഗീതം പാടുമ്പോൾ അവിടെ ഇരുന്ന് എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ വേറെ ലോകത്തൊന്നും പോകത്തില്ല. ചിലപ്പോൾ വല്ല വചനവും വല്ല ആലോചിക്കാനും, പക്ഷെ ഉറങ്ങിപ്പോവും. പക്ഷെ ഇന്ന് ഞാൻ എൻ്റെ ആത്മാവിലേക്ക് ഓരോ സങ്കീർത്തനത്തിൻ്റെ വചനങ്ങൾ കയറി അത്ര മനോഹരമായിട്ട് അവർ പാടുകയും ചെയ്തു. രാത്രിയിലെ ഭയത്തിൽ നിന്നും, പകൽ പറക്കുന്ന ആസ്ത്രത്തിൽ നിന്നും, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്നും, ഉച്ചയിൽ വന്ന കാറ്റിൽ നിന്നും നീ ഭയപ്പെടുകയില്ലടാ. യു വോണ്ട് ഫിയർ. അത് മൊത്തവും, ആ സങ്കീർത്തനം മൊത്തവും ഇതങ്ങോട്ട് ഉള്ളിലേക്ക് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒന്നിനെപ്പറ്റി ആകുലതയില്ല. യോഹന്നാന്റെ സുവിശേഷം 14-ാം വാക്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനായിട്ട് പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ നിങ്ങളെ പിന്നെയും വന്ന് ചേർക്കേണ്ടത് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ കൈക്കൊള്ളും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. അപ്പോൾ തോമസ് അവനോട്, കർത്താവേ, നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും അറിയത്തില്ല, പിന്നെ എവിടെ കേട്ടാ വഴി, പിന്നെ ഞങ്ങളെങ്ങനെ അറിയുന്നേ? അപ്പോൾ എന്തൊരു വചനം അത്! തോമസേ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇത് റിയലൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ കർത്താവിനെ കാണുന്നത്. ദി പ്രസൻസ് ഓഫ് ജീസസ്. അതിന് ശരീരത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഈ ശരീരത്തെ അവഗണിച്ചെങ്കിൽ മാത്രമേ ആത്മാവിന് ശോഭയുണ്ടാകത്തുള്ളൂ. ഒരൊറ്റ സംഭവം മാത്രം പറഞ്ഞിട്ട് ഞാൻ ഈ ഇന്നത്തെ ധ്യാനം അവസാനിപ്പിക്കുകയാണ്. സംഭവമായിട്ടൊന്നുമില്ല. ഈ പറയാൻ പോകുന്ന സംഭവം
വളരെ വിശദമായിട്ട് ഒരു 2-3 ദിവസത്തെ കൺവെൻഷനായിട്ട് അല്ലെങ്കിൽ ധ്യാന പ്രസംഗമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. എന്നാലും ഞാൻ നിങ്ങളോട് പറയാം, ശരീരത്തെ ദണ്ഡിപ്പിച്ചെങ്കിൽ മാത്രമേ ആത്മാവിന് ശോഭ വർദ്ധിക്കത്തുള്ളൂ. ശരീരത്തെ പുഷ്ടിപ്പിച്ചാൽ ആത്മശോഭ കുറയും. അതിനു മുമ്പ് ഒരു വാക്യം വായിക്കുക. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 27-ാം വാക്യം. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 27-ാം വാക്യം. ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ, എൻ്റെ കാര്യം കേട്ടോ, ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കി അത്രേ ചെയ്യുന്നത്. ഇത് പൗലോസ്ലീഹ ചെയ്ത കാര്യമാണ്. പൗലോസ്ലീഹയ്ക്ക് മനസ്സിലായി, വചനമൊക്കെ പറയുന്നുണ്ട്, കുർബാന ചൊല്ലുന്നുണ്ട്, പ്രാർത്ഥനയോഗം നടത്തുന്നുണ്ട്, പള്ളിയിലെ ട്രസ്റ്റി ആയിരുന്നിട്ടുണ്ട്, കമ്മിറ്റി മെമ്പറാണ്, പള്ളി 4 പണിഞ്ഞിട്ടുണ്ട്, അതുകൂടാതെ 10 പേരുടെ വിവാഹം നടത്തി കൊടുത്തിട്ടുണ്ട്, 500 പേർക്ക് വീടും പണിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ശരീരത്തെ ദണ്ഡിപ്പിച്ചില്ലെങ്കിൽ പാപം പിടിക്കും, എത്ര വലിയ ശുശ്രൂഷ ചെയ്താലും. നമുക്കൊരു ധാരണയുണ്ട്, ഈ ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത് ഭൗതികമായി നമ്മൾ ചെയ്യുന്ന ഈ സൽക്രിയകൾ മാത്രം ചെയ്താൽ മതി എന്നാണ്. ഒരു കുർബാനയ്ക്ക് വന്നില്ല, അതിന് പകരം 10 പേർക്ക് കഞ്ഞി കൊടുത്തേക്കാം. നോ, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. കർത്താവിനെ കാണുവാൻ കർത്താവിനെ കാണുക തന്നെ ചെയ്യണം. അതിന് വേറൊരു ഓപ്ഷനില്ല. അതിന് ശരീരം വിശുദ്ധമാണ്. ശരീരം വിശുദ്ധമാണെങ്കിൽ ശരീരത്തെ ദണ്ഡിപ്പിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ശരീരം നമ്മളോട് പോരാടിക്കൊണ്ടിരിക്കും. കാരണം ഗലാത്യർ 5-ലും റോമർ 8-ലും പറയുന്ന വചനങ്ങൾ ശ്രദ്ധിക്കുക. ആത്മാഭിലാഷം ജഡത്തിനും, ജഡാഭിലാഷം ആത്മാവിനും വിരോധമായിരിക്കും. ഇത് ക്ലാഷാണ്. നിങ്ങൾ ഉച്ചയും കുത്തി നിന്നാലും ഇത് ക്ലാഷാണ്. നിങ്ങൾ ദേവാലയത്തിലേക്ക് വരുവാൻ തുടങ്ങുമ്പോൾ ശരീരം പറയും ഇന്ന് പോകണ്ട, മഴയാണ്. വേദപുസ്തകം വായിക്കാനിരിക്കുമ്പോൾ ശരീരം പറയും ക്ഷീണം വരുന്നു, കിടന്നോളാൻ പറയും. ഇതിനെ ആദ്യം വഴക്കണം. ആദ്യം ഇത് പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. കാരണം ഈ ശരീരം അങ്ങോട്ട് പിടിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെ കൊണ്ട് ശരീരത്തെ ഇങ്ങോട്ട് പിടിച്ച് കുറച്ച് ദിവസം നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ആത്മാവിൻ്റെ ശോഭ പതിയെ ശരീരത്തിലേക്ക്, സ്ലോ പ്രോസസ്സിംഗ് ആണ്, പ്രവേശിച്ച് ഇത് ശക്തമാകുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ശരീരത്തിന് മനസ്സിലാവും ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവൻ പോയി ആത്മാവിനെ അനുസരിച്ച് തന്നെ ജീവിക്കുന്നതുള്ളതുകൊണ്ട് ശരീരം പതുക്കെ ആത്മാവിൻ്റെ അഭിലാഷത്തിന് വഴങ്ങും. അതിന് കുറച്ച് നാളത്തെ വഴക്കം നമ്മൾ കൊടുക്കുവാൻ വേണ്ടിയാണ് ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നത്. ഉപവാസം കൊണ്ട് ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നത് അതിനുവേണ്ടിയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ സംഭവം മാത്രം. മോശ അമാലേക്കരുള്ള യുദ്ധത്തിന് ഭയപ്പെട്ടുപോയി. അമാലേക്കരുടെ പ്രത്യേകത എന്തെന്നാൽ അവരുടെ രീതി എന്ന് പറയുന്നത്, ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലോ 25-ാമത്തെ അധ്യായത്തിലോ ഉണ്ട്. അവരുടെ രീതി എന്ന് പറഞ്ഞാൽ പിന്നിൽ നിന്നാണ് അറ്റാക്ക്. പിന്നിൽ ആരാണ് പോകുന്നത്? നമ്മളിപ്പോൾ റാസ ഇറങ്ങാൻ പോവുകയാണ്. പ്രായമുള്ളവരും ക്ഷീണിതരും രോഗികളും ഗർഭിണികളും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങുമോ? ഇല്ല. നിങ്ങൾ അവിടെയൊക്കെ ഇരിക്കും. അല്ലെങ്കിൽ ഏറ്റവും പുറകിൽ പതുക്കെ നടക്കും. ഏറ്റവും മുമ്പിൽ ചെന്ന് കൊടിയും പിടിച്ച് നിൽക്കും? ഇല്ല, പറ്റില്ല. അമാലേക്കർ ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രാമധ്യേ പിന്നിൽ നിന്ന് ഇത്തരം പാവപ്പെട്ടവരെല്ലാം ആക്രമിച്ചു കൊല്ലുമായിരുന്നു. എന്നിട്ട് അവരങ്ങ് മുങ്ങും. ശക്തിയില്ലാഞ്ഞിട്ടല്ല, അവരുടെ രീതി അങ്ങനെ. അവർ വളരെ അതികായകന്മാരാണ് അമാലേക്കർ. മോശയോട് യുദ്ധം ചെയ്യുവാൻ, ഇസ്രായേൽ മക്കളോട് യുദ്ധം ചെയ്യുവാൻ നേരിട്ട് വന്നപ്പോൾ മോശയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മോശയ്ക്ക് ഇവനൊരു സ്വഭാവമുണ്ട്. ഒരു വലിയ പ്രതിസന്ധി വരുമ്പോൾ അവൻ എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? നേരെ പോയി യഹോവയുടെ മുമ്പാകെ കവിണ്ണു വീഴും. ഇതാണ് മോശയുടെ രീതി. കവിണ്ണു വീഴും. ഒരുത്തനെ അടിച്ചു കൊന്നവനാണെന്ന് ഓർക്കണം. ഒരു മിസ്രൈമിനെ അടിച്ചു കൊന്നവനാണ്. അപ്പോൾ മോശയുടെ ആക്രോശവും വീര്യവും അറിയാമല്ലോ. ആ മനുഷ്യനെ പറ്റിയാണ് ദൈവം തന്നെ സാക്ഷീകരിച്ചിരിക്കുന്നത്. ഭൂമിയിൽ ജീവിച്ചിരുന്ന പുരുഷന്മാരിൽ ഏറ്റവും സൗമ്യൻ മോശയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ നോമ്പിൽ പാടുന്നത് ശാന്തൻ മോശ നിബിതൻ നോമ്പേറ്റൊരുമശിക. ശാന്തൻ നല്ല സൗമ്യൻ എന്ന് പാടണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇവിടെ. കാരണം വേദപുസ്തകത്തിലെ വാക്കങ്ങനെയാണ്. സൗമ്യൻ മോശ നിബിതൻ നോമ്പേറ്റോന, അതങ്ങനെ പാടണം. പോട്ടെ. ഈ മോശ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്യും, നിലവിളിച്ചാലൊന്നും ദൈവം ഇറങ്ങില്ല. അതിന് പ്രോസസ്സിംഗ് ഉണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ചില പ്രോസസ്സിംഗ് ഉണ്ട്. കർത്താവിനെ മേളിൽ നിന്നുകൊണ്ട് പാപമെല്ലാം നീങ്ങിപ്പോട്ടെ,
എന്ന് പറഞ്ഞാൽ നീങ്ങി പോകത്തില്ല. പോകാത്തതല്ല, അങ്ങനെയല്ല, എൻ്റെ പ്രോസസ്സ് അങ്ങനെയല്ല. ദൈവം ഇറങ്ങി ശരീരത്തിൽ അത് സഹിക്കണം. കുരിശിൽ അവൻ തറയ്ക്കപ്പെടണം. ഈ പ്രോസസ്സിംഗ് ഉണ്ട്. അതുകൊണ്ട് ദൈവം മോശയോട് പറഞ്ഞൊരു കാര്യം ചെയ്യ്, നീ ആ കുന്നിൻ്റെ മണ്ടയിലോട്ട് കയറി നിന്നിട്ട് കൈ ഉയർത്തി നിൽക്കാൻ പറഞ്ഞു. കൈ ഇങ്ങനെ നിൽക്കണം. എത്ര നേരം നിൽക്കും? രാവിലെ മുതൽ വൈകിട്ട് വരെ നിൽക്കണം. 2 മിനിറ്റ് നിന്നാൽ പോരാ. ഞങ്ങൾ കാപ്പയിട്ടുകൊണ്ട് കൈമലത്ത് നിന്ന് 2 മീറ്റിംഗ് പോക്കി വയ്ക്കുമ്പോൾ ഇവിടെ ഈ ഭാരം വരും കാപ്പയുടെ. അപ്പം തന്നെ താത്ത് ഇതാൻ തോന്നും. പിന്നെ നിങ്ങൾ ചീത്ത വിളിക്കുമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ചെയ്യാത്തത്. സത്യമായിട്ട് വന്നു. അപ്പോൾ മോശ ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മോശയുടെ കൈ കഴിച്ചു. വയസ്സ് എത്ര ഉണ്ടെന്നറിയാമോ? ഏകദേശം പറയാമോ? എപ്പോഴാണ് ശുശ്രൂഷ തുടങ്ങിയത് തന്നെ? 80ാമത്തെ വയസ്സിലാണ്. ഈ രഫീനിമിലിൽ ഈ പാളയം ഇറങ്ങുന്ന സമയത്തും ഈ അമാലേക്കയുടെ യുദ്ധമായപ്പോഴത്തേക്ക് ഏകദേശം 20 വർഷമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പോട്ടെ, 10 വർഷം കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. 90 വയസ്സായേ, അല്ല 100 വയസ്സെന്ന് വെച്ചോ. ഏകദേശം 95 വയസ്സുള്ള ഒരു കാലഘട്ടമെന്ന് വിചാരിച്ചു. ഒരു 95 വയസ്സുള്ള ഒരു വൃദ്ധൻ എത്ര നേരം കൈ ഇങ്ങനെ പിടിച്ചു നിൽക്കും? അപ്പോൾ മോശയ്ക്ക് കൈ കഴിച്ചു, കൈ താത്തു, അമാലേക്കർ ജയിച്ചു. അമാലേക്കരെ പിതാക്കന്മാർ കാണുന്നത് പിശാചിൻ്റെ ഡയറക്റ്റ് റെപ്രസെൻറ്റേറ്റീവായിട്ടാണ്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, അമാലേക്കരെ ഒരുത്തനെയും വെച്ചേക്കരുത്, ഉന്മൂലനാശനം ചെയ്തേക്കണം. അപ്പോൾ മോശയ്ക്ക് സഹായിയായി അഹ്റോനും ഹൂരും വന്ന് കൈ ഉയർത്തിപ്പിടിച്ചു. ഞാൻ പറയാൻ വന്നതിൻ്റെ സാരം എന്താണെന്നറിയാമോ? കൈ ഉയർത്തി നിൽക്കുമ്പോൾ ആര് ജയിക്കും? ഇസ്രായേൽ ജയിക്കും. കൈ താക്കുമ്പോൾ ആര് ജയിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ശരീരത്തിൽ സുഖം അനുഭവിക്കുമ്പോൾ പിശാച് ജയിക്കും. കൈ ഉയർത്തി വേദനയോടെ ദൈവസന്നിധി നിൽക്കുമ്പോൾ അവൻ പറവറക്കും. അതുകൊണ്ടാണ് ശരീരത്തിൽ നിങ്ങൾ വ്യഥയേൽക്കണം എന്ന് പറയുന്നത്. അങ്ങനെ ഏറ്റവരാണ് സഹോദരന്മാർ. അങ്ങനെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് കർത്താവിൻ്റെ വചനം തങ്ങളുടെ ശരീരത്തിൽ പൂർത്തീകരിച്ചവരാണ്. അതിൻ്റെ അല്പമെങ്കിലും ബാക്കി പത്രം ലഭിക്കുവാൻ ഗിയോറിസാദയുടെ മധ്യസ്ഥ അപേക്ഷിക്കേണ്ടത്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവീൻ എന്ന് പറഞ്ഞ സഹദായോട്, സഹദായെ അങ്ങേപോലെ കർത്താവിനെ ഒന്ന് സ്നേഹിക്കുവാനുള്ള ഒരു മനസ്സ്, അല്ലാതെ എൻ്റെ മോടെ കല്യാണം നടക്കാനും എൻ്റെ അസുഖം മാറാനും എൻ്റെ വീട് പണി പൂർത്തിയാക്കും, അതൊക്കെ ബോണസുകൾ. അത് വന്നോളൂ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി നിങ്ങൾക്ക് സകലതും ലഭിക്കും. എനിക്ക് വേദോത്സവത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള വചനം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും ഇഷ്ടമുള്ള വചനം. ഞാൻ എപ്പോഴും അതിങ്ങനെ പ്രാർത്ഥിച്ച് ഇരിക്കും. എന്ത് തിന്നും എന്ന് ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും നിങ്ങൾ ഭാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിച്ചു വയ്ക്കുന്നില്ല. എങ്കിലും സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതുകൊണ്ട് നിങ്ങളുടെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾ കഴിയുമോ? ഉടുപ്പിനെ കുറിച്ച് എന്തിനാണ് വിചാരപ്പെടുന്നത്? വയലിലെ താമരയെ എങ്ങനെ വളരുന്നുവെന്ന് നോക്കുവീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നില്ല. എങ്കിലും ശലോമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും അവയിൽ ഒന്നിനോളവും ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അടുത്ത വചനമാണ് കോരിത്തിരിപ്പിക്കുന്നത്. എന്താണെന്നറിയാമോ? ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെയാണ് ചമയിക്കുന്നതെങ്കിൽ അല്പവിശ്വാസികളെ, പൊട്ടന്മാരെ, നിങ്ങളെ എത്രയധികം. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. യാ